വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്കൊരു പുഡിംഗ് ആയാലോ? ക്യാരറ്റ് കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുഡിങ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പുഡിങ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? ഇവിടെ 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ കട്ട് ചെയ്യാം, കാരണം അത് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. അതിനുശേഷം വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഇവിടെ 100 ml കപ്പിൽ 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 20 ഗ്രാം ജലാറ്റിൻ. പിന്നെ വേണ്ടത് 250 ml പാല്, പശുവിൻ പാല്. പിന്നെ വേണ്ടത് നട്ട്സാണ്, കാഷ്യൂ നട്ട്സ് 1 ടേബിൾ സ്പൂൺ. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml മിൽക്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വേവിക്കാൻ വെക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക വെന്തോ ഇല്ലേ എന്നുള്ളത്. ഒരു 3/4 വേവായാൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ കപ്പലണ്ടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 3/4 വേവായാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ജലാറ്റിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഡബിൾ ബോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 20 ഗ്രാം ജലാറ്റിനിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കുറച്ച് നേരം മാറ്റി വെക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ചൂടാക്കണം, തിളപ്പിക്കണം ഒരു പാത്രത്തിൽ. എന്നിട്ട് നമ്മൾ ഈ ഇട്ട് വെച്ച ജലാറ്റിന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അലിയിപ്പിച്ചെടുക്കുന്നതാണ് ഡബിൾ ബോയിലിങ്. നേരത്തെ വെന്ത് കിട്ടിയ ക്യാരറ്റും അതുപോലെ കാഷ്യൂ നട്ട്സും ഒരു ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി തന്നെ ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ജലാറ്റിൻ, ഡബിൾ ബോയിൽ ചെയ്ത ജലാറ്റിനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം, എങ്കിലേ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് കിട്ടുള്ളൂ. നോർമൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ജഗിളി വെഗിളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ പിസ്താഷ്യോ എന്ത് വേണമെങ്കിലും ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്തയുടെ പൗഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എന്താണോ കയ്യിലുള്ളത്, ചെറി വേണ്ടവർക്ക് ചെറി ഇടാം, അതുപോലെ കാഷ്യൂ നട്ട്സ് വേണ്ടവർക്ക് കാഷ്യൂ നട്ട്സിൻ്റെ പൗഡർ ഇടാം, അങ്ങനെ എന്തും വേണമെങ്കിലും ഇടാം. അതല്ല കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതായാലും ബെസ്റ്റ് തന്നെയാണ്. ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ സോഫ്റ്റാണ്. നമുക്കിത് ഈ സ്പൂണിലെടുത്താൽ തന്നെ അറിയാം, വായിലിട്ടാൽ നന്നായി അലിഞ്ഞു പോണ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ കാണുന്നവരിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി ഇനിയും കാണാം. Try to serve it like Shani.